നമസ്കാരം. ഞാൻ ഡോക്ടർ അഖിൽ. അപ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു 3 വില്ലന്മാരെ കുറിച്ചാണ് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. ഈ 3 വില്ലന്മാര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഏതൊരു രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഈ 3 വില്ലന്മാരെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ഈ ഏത് രോഗാവസ്ഥയാണെങ്കിലും അതിന് താഴേക്ക് വരാൻ സാധിക്കും. അതിൽ ഏറ്റവും ഒന്നാമത്തെ നമ്പർ 1 വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ കണ്ടന്റ്. അതായത് നമ്മളിപ്പോ ഏത് ടൈപ്പിലുള്ള ഫുഡ്, ഇപ്പം നമ്മൾ അറിയാതെ ഒരുപാട് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മളത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണ്? അതായത് മീനാണെങ്കിലും അത് ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും പയറ്, കടല, സോയാബീൻസ്, അങ്ങനെ എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ഒരിക്കലും ഫ്രൈ ചെയ്തുള്ള ഒരു ഫോമിൽ കഴിക്കാൻ പാടില്ല. അതല്ല നിങ്ങൾ വേവിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ഫോമിലാക്കിയിട്ട് നിങ്ങൾ കഴിച്ചാലും കുഴപ്പമില്ല. ഓയിലിന്റെ ഉപയോഗം പരമാവധി എത്രത്തോളം ഓയിലിന്റെ ഉപയോഗം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം ഓയിലിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സം, അതായത് ബ്ലഡ് ഫ്ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം കുറയും. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ട്രാൻസ് ഫാറ്റും ട്രൈഗ്ലിസറൈഡ്സിന്റെ ഒക്കെ ലെവൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം രക്തം കുറച്ചുകൂടെ സുഗമമായിട്ട് ഒഴുകി പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഓയിലിന്റെ കണ്ടന്റ് പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫ്രൈ ചെയ്തുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനോടൊപ്പം നമ്മൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ബേക്കറി ഉള്ള ഭക്ഷണങ്ങൾ. അപ്പൊ നമ്മൾ ബേക്കറി ഉണ്ടാക്കുന്ന ചിപ്സ്, പിന്നെ അതേപോലെ ഈ മുറുക്ക്, പക്കാവട, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ചിപ്സിനകത്ത് നമ്മൾ പരമാവധി ഒരു 5 to 10 ഡ്രോപ്സ് ഓഫ് ഓയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ശരാശരി ഒരു 50 ഗ്രാം ചിപ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓയിൽ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓയിൽ പരമാവധി നമുക്ക് ഒരു 100% ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ 100% ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് ഫ്ലോയിലുള്ള റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് ഒരുപാട് കുറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടാണ്, ഉപ്പ്, അതായത് സോഡിയം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഉപ്പ്. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മൾ പേഷ്യൻസിന് നമ്മൾ പറയാറുണ്ട് ഉപ്പ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അവർ കറിയിലിടുന്ന ഉപ്പിന്റെ അളവ് കുറയും. പക്ഷെ യഥാർത്ഥ ഉപ്പിന്റെ കണ്ടന്റ്, സോഡിയത്തിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കഴിക്കുന്ന പപ്പടം, അല്ലെങ്കിൽ ഈ വടകൾ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ചിപ്സ് പോലുള്ള സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് പറയുന്ന ഈ പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ പോലും അവർ ഒരുപാട് ഉപ്പ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കപ്പലിന്റെ പോലുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയാൻ പറ്റും. ആ കപ്പലിന്റെ പോലുള്ള സാധനങ്ങളിൽ തന്നെ ഒരുപാട് ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ഹെൽത്തി ആയിട്ട് കിട്ടുന്ന ഭക്ഷണത്തിനകത്ത് പോലെയുള്ള ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പൊ ആ ഉപ്പിന് നമ്മൾ മാക്സിമം ഒഴിവാക്കി നിർത്തുക. അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപ്പിന്റെ അളവ് വളരെ കുറവാണെന്ന് നമ്മൾ 100% ഉറപ്പുവരുത്തി മാത്രം കഴിക്കുക. ഈ കാര്യം ഉപ്പാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം. കാര്യം സോഡിയത്തിന്റെ അളവ് കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളൂ. അത് പരമാവധി ഒഴിവാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഉപ്പ് തന്നെയാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആയിട്ടുള്ള ഒരു സ്വന്തം വില്ലൻ എന്ന് പറയാം, അത് അരിയാണ്, അല്ലെങ്കിൽ പഞ്ചസാര. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികളുള്ള രാജ്യം എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ കാണുന്നത്. അപ്പം ആ ഇന്ത്യയിലെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന, അതായത് പ്രമേഹത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമായിട്ട് കേരളം മാറി. അതായത് കേരളത്തിലെ ആൾക്കാർ ഒരുപാട് കഴിക്കുന്ന അരി ഭക്ഷണമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗർ, അതായത് നമ്മൾ ഈ ലഡു, ജിലേബി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്റ്റ് ഷുഗർ എല്ലാവരും ഒഴിവാക്കുന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗർ നമ്മൾ അറിയാതെ ആഹാരം കൂടുതൽ കഴിക്കുന്നു. അതല്ല, നമ്മൾ ഏത് തരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഷുഗർ ഉണ്ട്. ഷുഗർ ഇല്ലാത്ത ഒരു ഭക്ഷണം, നമ്മൾ ചില ആൾക്കാർ മില്ലറ്റ്സ് കഴിക്കുന്നു, ഗോതമ്പ് കഴിക്കുന്നു, അരി കഴിക്കുന്നു. എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിൽ ഷുഗറിന്റെ അളവ് ഉണ്ട്. അപ്പൊ അതിലുള്ള ഗ്ലൈക്കമിക് ഇൻഡെക്സ് എത്രയാണ്, അതായത് ഷുഗറിന്റെ പഞ്ചസാര അളവ് എത്രയാണ് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ അരി ആഹാരം കഴിക്കുമ്പോൾ 80% ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അത് ഗോതമ്പിൽ 60 ഉണ്ട്, മില്ലറ്റ്സിൽ 50 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയാണ് പരമാവധി കുറയ്ക്കേണ്ടത്. അപ്പൊ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം കൂടുതൽ പ്രോട്ടീൻസോ വൈറ്റമിൻസ്, ഫൈബർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കും.
അപ്പൊ ഷുഗർ, സോൾട്ട് ആൻഡ് ഓയിൽ, ഈ മൂന്ന് വില്ലന്മാരെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ ഇപ്പൊ നിങ്ങൾ നാളെ തൊട്ട് തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഷുഗർ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഷുഗറും സോൾട്ടും ഓയിലുമാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരമാവധിയുള്ള ഒരുപാട് അസുഖങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കും. അതേപോലെ ഈ മൂന്ന് വില്ലന്മാരെ പോലെ ഒരു മൂന്ന് ഹീറോ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ മൂന്ന് ഹീറോസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു റിയൽ ഹീറോ ആയിട്ട് മാറും. അത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ്, രണ്ടെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് കണ്ടന്റ് ഉള്ള ഫുഡ്, മൂന്നെന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്, ഫൈബർ ആൻഡ് പ്രോട്ടീൻസ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ എപ്പോ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് സംഭവങ്ങൾ നമ്മൾ ഫുഡിൽ ആഡ് ചെയ്തിരിക്കണം. അതേപോലെ ഈ മൂന്ന് വില്ലന്മാരെ എപ്പോഴും നമ്മൾ ഒഴിവാക്കി നിർത്താൻ വേണം. നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സർസൈസ് ആണ്. നിങ്ങൾ ഒരു എക്സർസൈസ് നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഏറ്റവും ടോപ്പിൽ വരും. എല്ലാ അസുഖങ്ങളെയും അത് മാറ്റിയെത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ മൂന്ന് വില്ലന്മാരെ ഒഴിവാക്കി ഈ മൂന്ന് ഹീറോസിനെയും ആ ഒരു സൂപ്പർ ഹീറോയും കൂടെ നമ്മൾ മുറുകെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നല്ല അടിപൊളിയാവും. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി സൂപ്പറായിട്ട് അസുഖങ്ങളില്ലാതെ നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.